ചില വിഷയങ്ങൾ അവതരിപ്പിച്ചാൽ അതിനാൽ ഫസാദാണോ ഉണ്ടാവുക, അതല്ല അതിനാൽ സലാഹാണോ ഉണ്ടാവുക, ഖൈറാണോ ഷെറാണോ ഉണ്ടാവുക? ഇത് പൂർവികർ സഗൗരവം ആലോചിച്ചിരുന്നു. അതിത്തരം സന്ദർഭങ്ങളിൽ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. അൽ ഖാദി ഇബ്നു അബി യഅല അദ്ദേഹത്തിൻ്റെ തബഖാത്തിൽ അബൂ ജഅഫർ ഹാറൂനുൽ അൻതാഖിയെ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ നിന്ന് വിദ്യാഭ്യസിച്ച മഹാനായിരുന്നു അബൂ ജഅഫർ ഹാറൂനുൽ അൻതാഖി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിച്ച നാളിൽ കുറേ പരീക്ഷണങ്ങൾക്ക് വിധേയനായിരുന്നു. പ്രത്യേകിച്ച് ഭരണാധികാരികളുടെ തലങ്ങളിൽ നിന്ന്. ഭരണാധികാരികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ധാരാളം ഹദീസുകളുണ്ട്. ആ ഹദീസുകളെ ശിഷ്യന് ഹാറൂൻ അൽ അൻതാഖിക്ക് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു കൊടുക്കുമ്പോൾ അനുബന്ധം പറയുമായിരുന്നു എന്നാണ്. എന്ത്? യാ അബാ ജഅഫർ ഹാദ ഖൈതു റഖബതി ഫൻദുർ കൈഫ്. അബൂ ജാഫർ, എൻ്റെ പിരടിയിലെ നിരമ്പാണിത്, അതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ചിന്തിക്കണേ എന്നാണ്. എന്ന് പറഞ്ഞെങ്കിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചില ഹദീസുകൾ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഴുത്തുകൊത്തുന്ന, ശിരച്ഛേദം നടത്തുന്ന അവസ്ഥയുണ്ടാകുമെന്നുള്ളത് അറിയിക്കുകയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഈ പ്രയോഗത്തിലൂടെ റഹ്മത്തുള്ളാഹി അലൈഹി. കാരണം അന്ന് ആളുകളിൽ ഖലീഫ അൽ മുഅ്തസിം ബില്ലാ, അതേപോലെ തന്നെ അദ്ദേഹത്തിന് മുമ്പ് അൽ മഅ്മൂൻ, അൽ അമീൻ, ഇവരൊക്കെ എങ്ങനെയായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് പെരുമാറിയിരുന്നത്? എത്ര ശത്രുതാപൂർവമായിരുന്നു അവരുടെയൊക്കെ നീക്കങ്ങൾ, അത് ഏവർക്കും അറിയാം. അതുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹാറൂൻ അൽ അൻതാഖിയോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ ഹദീസുകൾ പരസ്യപ്പെടുത്തരുത് എന്നുള്ളതാണ്. ഇമാം അസ്സാലബി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക് പ്രവേശിക്കും. അൽ ഹസൻ അബു അലി അസ്സാലബി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ വലിയ സ്ഥാനമുള്ള പണ്ഡിതനായിരുന്നു. അൽ ഖല്ലാൽ അദ്ദേഹത്തിൻ്റെ അസുന്നയിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് ഞാനിവിടെ കേൾപ്പിക്കുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ സാലബിയോട് പറയും, ഇന്നി ഉഫ്ഷി ഇലൈക മാല ഉഫ്ഷീഹി ഇലാ വലദി വല ഇലാ ഗൈരിഹി. എൻ്റെ മക്കളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ ഞാൻ പരസ്യപ്പെടുത്താത്തതാണ് അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരുന്നത്, അങ്ങയോട് പരസ്യപ്പെടുത്തുന്നത് എന്ന്. അപ്പോൾ അൽ ഹസൻ അബു അലി അസാലബി ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് പറയുന്നത്, ലക ഇൻദി മാ ഖാലഹുൽ അബ്ബാസു ലി ഇബ്നിഹി അബ്ദുല്ലാ. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് മകൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിനോട് പറഞ്ഞത് എന്തോ അതാണ് എനിക്ക് നിങ്ങളോട് വാഗ്ദാനം ചെയ്യാനുള്ളത്, തരാനുള്ളത്, ഉറപ്പായിട്ട് കരാറായിട്ട്. അതെന്താ? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് മകൻ അബ്ദുള്ളയോട് പറയാറുണ്ട്, ഇന്ന ഉമറ യുക്രിമുക് വയുഖദ്ദിമുക് ഫലാ തുഫ്ഷി ലഹു സിർറൻ. ഉമർ താങ്കളെ ആദരിക്കുന്നു, താങ്കൾക്ക് മുൻഗണന നൽകുന്നു, അതുകൊണ്ട് ഉമറിൻ്റെ ഒരു രഹസ്യവും പരസ്യമാക്കരുതേ. ഈ അബ്ബാസിൻ്റെ മകനോടുള്ള വസിയത്ത്, അതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള വാക്ക്, ഉറപ്പ്. ഇതാണ് അദ്ദേഹം സാലബി ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അനുബന്ധം പറയും, ഫഇൻ അമുത് ഫഖദ് ദഹബ് വഇൻ അഇഷ് ഫലൻ ഉഹദ്ദിസ ബിഹ അൻക്. ഞാൻ മരിക്കുകയാണ് എങ്കിൽ മരണത്തോടു കൂടി താങ്കൾ പകർന്നത് പോയി പോകും, അതല്ല ഞാൻ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ താങ്കൾ പറഞ്ഞതായി ഞാൻ ഒരിക്കലും ഇത് ഉദ്ധരിക്കുകയില്ല എന്ന് സാലബി പറയുമെന്നാണ്. അങ്ങനെ ഖല്ലാൽ പറയുകയാണ്, ഫകാന യുഫ്ഷി ലഹു അഷ്യാ കസീറ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അബു അലി സാലബിയോട് കുറേ രഹസ്യ വിജ്ഞാനങ്ങൾ, ഹദീസുകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്നാണ്. ഞാൻ ഈ ഒരു ഭാഗം പ്രത്യേകം ഉണർത്തിയത്, ചോദ്യകർത്താക്കൾ അറിവ് അന്വേഷിച്ച് വരുമ്പോൾ ആരാണ് ഈ ചോദ്യകർത്താക്കൾ എന്നുള്ള വിഷയം ഗൗരവത്തിൽ കണക്കാക്കേണ്ടതാണ്. അതേപോലെ പറയുന്ന സന്ദർഭവും സാഹചര്യവും വിഷയവും അതും സഗൗരവവും കണക്കിലെടുക്കേണ്ട വിഷയമാണ്. ഇത് മനസ്സിലാക്കാനാണ്.